ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈൽ ലേണിംഗ്. NMMS എക്സാം എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് കോമ്പറ്റീഷൻ എക്സാം ആണ് NMMS എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു എക്സാം, ആർക്കൊക്കെ ഇത് എഴുതാൻ സാധിക്കും, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില പോയിന്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. NMMS നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാം എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ടുള്ളത്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണിത്. അത് നമ്മളെ കേരളത്തിൽ കണ്ടക്ട് ചെയ്യുന്നത് നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെ കേരളത്തിലെ SCERT ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം, അതിൻ്റെ ഒരു എയിം എന്താണ്? എയിമിംഗ് അറ്റ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ടു അറസ്റ്റ് ദെയർ ഡ്രോപ്പ് ഔട്ട് അറ്റ് ക്ലാസ് 8 ആൻഡ് എൻകറേജ് ദം ടു കണ്ടിന്യൂ സ്റ്റഡീസ് അറ്റ് ദ സെക്കൻഡറി സ്റ്റേജ്. നമുക്കറിയാം, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾ ഒരു പക്ഷേ 8ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞോട് കൂടിയിട്ട് അവരുടെ പഠനം നിർത്തി മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്ന ഒരു ഏർപ്പാടുണ്ടാകും. അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്കൊരു സെക്കൻഡറി സ്റ്റേജ് വരെ, ഒരു +2 ലെവൽ വരെ അവരുടെ പഠനത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു എക്സാമിൻ്റെ സ്കോളർഷിപ്പും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ തുകയും എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എയിം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, എത്ര രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ഈ ഒരു എക്സാമിലൂടെ ലഭിക്കുക? നമുക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള, നമ്മളൊക്കെ ആകാംക്ഷയോട് കൂടിയിട്ട് എപ്പോഴും ഏതൊരു എക്സാം എഴുതുമ്പോഴും അതിൻ്റെ ഒരു സ്കോളർഷിപ്പ് തുക നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ. ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് 12,000 പെർ ആനം, ഒരു വർഷത്തിൽ 12,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുക ലഭിക്കുന്നുണ്ടാവുക. അത് നമ്മുടെ +2 വരെ, ഏകദേശം നമുക്കറിയാം 4 വർഷം, 8ാം ക്ലാസ് കഴിയുമ്പോഴാണല്ലോ ഈ ഒരു എക്സാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞ് 9, 10, +1, +2 അല്ലേ, 4 വർഷത്തിൽ നമുക്ക് 12,000 വെച്ച് നോക്കുമ്പോൾ 48,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് തുകയായിട്ട് നമുക്ക് ഈ ഒരു എക്സാമിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു എക്സാമിന് 2 ടൈപ്പ് പേപ്പറുകളാണ് ഉള്ളത്. ഓക്കെ, അത് 1.5 മണിക്കൂർ വീതമുള്ള 2 പേപ്പറുകൾ. ഒന്ന് മാറ്റ് എന്ന് പറയും, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ നമ്മൾ സാറ്റ് എന്ന് പറയും, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതിൽ നമുക്കറിയാം മെൻ്റൽ എബിലിറ്റി, നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് വീഡിയോസും മാറ്റുമായി ബന്ധപ്പെട്ട, മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് പേപ്പറിൽ ഉണ്ടാവും. രണ്ടാമത്തെ സാറ്റിലാണെങ്കിൽ സയൻസ്, മാത്തമാറ്റിക്സ്, അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന രൂപത്തിലാണ് സാറ്റ് എക്സാം എന്ത് ചെയ്യുക ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ 2 പേപ്പറുകളിലായിട്ടാണ് ഈ ഒരു എക്സാം ഒറ്റ ദിവസം തന്നെ രാവിലെ ഒന്നും ഉച്ചക്കൊന്നായിട്ടാണ് നടക്കുന്നുണ്ടാവുക. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുക? ഇതിലെ എഴുതാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ചില ക്രൈറ്റീരിയകളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, 7ാം ക്ലാസ്സിൽ എന്ത് ചെയ്യും, 55% എബോർഡ് കൂടി എന്ത് ചെയ്യണം, അയാൾ പാസ് ആയിട്ടുണ്ടാവും. ഇത് വലിയൊരു പ്രശ്നമുള്ള കാര്യമില്ല. നമുക്കൊക്കെ ഒരുവിധം അത്യാവശ്യം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു 55% എബോ സ്വാഭാവികമായിട്ടും 7ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടാവും. SC ST ആണെങ്കിൽ അവർക്ക് 50% മതി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റാണ് ഇതിലെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആയിട്ടുള്ളത്. നമ്മുടെ പാരൻറ്റിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 3,50,000 ബിലോ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 3,50,000 രൂപയുടെ താഴെ ആയിരിക്കണം നമ്മുടെ പാരൻറ്റിൻ്റെ ആനുവൽ ഇൻകം, ഒരു വർഷത്തിലെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പാരൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്രയാണ് അവരുടെ ആനുവൽ ഇൻകം, അതിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ആനുവൽ ഇൻകം ഉള്ളവർക്കേ ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. പൊതുവെ നമ്മൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ള പാരൻസ് ഒക്കെ ആണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ഇതൊരു ബാരിയർ ആയിട്ട് അവിടെ നിൽക്കാറുണ്ട്. ആ കുട്ടികൾക്ക് പലപ്പോഴും എക്സാം എഴുതാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്താ ചെയ്യുക, നമ്മളൊന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുക. ഇതാണ് ഇപ്പോൾ ഇത് നമുക്കറിയാം, ഒരു കഴിഞ്ഞ 1-2 വർഷം മുമ്പ് വരെ 1,50,000 ഉള്ളായിരുന്നു. കഴിഞ്ഞ ഒരു വർഷങ്ങളോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഇത്രയും എമൗണ്ട് ഉയർത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി the student should be studying as a regular student in government or aided school under government of Kerala. അല്ലേ, ഒന്നുകിൽ ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുക. പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്കൂളുകളൊക്കെ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു എക്സാം എന്താണ്, അവർ ഇൻഎലിജിബിൾ ആണ് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നല്ലൊരു പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്ന 1-2 മാസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും, അതിൻ്റെ എക്സാം ഡേറ്റുകളും അതിൻ്റെ എക്സാമും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും വളരെ നേരത്തെ തന്നെ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും പൊതുവെ ഈ എക്സാം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മാസം നമുക്ക് മുമ്പിലുണ്ട്. നമുക്ക് ഈ ഒരു എക്സാം വിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് കരസ്ഥമാക്കാനും എന്ത് ചെയ്യും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും എക്സാം ബൈ ലേണിംഗ് വളരെ നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ പിന്നെ എക്സാമുകൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പിന്നെ നമുക്ക് ക്ലാസ്സുകൾ ലഭിക്കും. അതേപോലെ മെൻറ്റി ക്വിസുകൾ അതിൽ വരുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് പിന്നെ കൈമാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ ഓൾറെഡി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും നമ്മൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ അതിന് വേണ്ട ഫുൾ പ്രിപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ ലിങ്ക് നോക്കിയാൽ മതി, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യും തീർച്ചയായിട്ടും ആ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പല ക്വസ്റ്റ്യനുകളായിട്ടും അതേപോലെ ക്വിസുകളായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം വിൻ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സാം ബൈ ലേണിംഗ് സൂപ്പർ ലീഗിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റുള്ള കുട്ടികൾ ഈ ഒരു എക്സാം എഴുതുന്ന മിടുക്കരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം ലഭിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ, ബൈ.